2 മാസം കൂടി കടന്നുപോയി. നീലു തൃശ്ശൂരിൽ തന്നെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. തനയ്ക്കൊരു കല്യാണം ഏറെക്കുറെ ഉറപ്പിച്ചു. കുട്ടി MBA ചെയ്യുന്നു. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂ ചൂടിയ ഒരു ശാലീന സുന്ദരി. ശിവപ്രസാദിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപകൻ്റെ മകളാണ്. നല്ല കുടുംബം. വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും അച്ഛമ്മ ഒഴികെ എല്ലാവരെയും തനക്കും ഫാമിലിക്കും ബോധിച്ചു. അവർക്ക് തിരിച്ചും. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാകട്ടെ, പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ വേണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ചു മതി. തനൈ പറഞ്ഞത് കേട്ടു പെണ്ണിൻ്റെ വീട്ടുകാരുടെ മുഖം മങ്ങിയെങ്കിലും പെണ്ണിൻ്റെ മുഖം ചന്ദ്രശോഭയോടെ തിളങ്ങി. പരസ്പരം ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പിലെത്തിയതാണ് തനൈ. തൻ്റെ മുന്നിലേക്ക് വന്ന പെൺകുട്ടിയെ കണ്ട് അവനൊന്ന് ഞെട്ടി. ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടുമാണ് വേഷം. മുടിയൊക്കെ പോണിറ്റയിൽ കെട്ടിവെച്ചിരിക്കുന്നു. കാതിൽ ഒരു സ്റ്റഡ് അല്ലാതെ ആഭരണങ്ങളോ ചമയങ്ങളോ ഒന്നുമില്ല. ഐശ്വര്യമുള്ള മുഖം. മീനാക്ഷി. ഞാൻ തന്നെയാണ്. വിശ്വാസം വരാതെ നോക്കുന്ന തനയുടെ ദുർവശത്തായി അവൾ ഇരുന്നു. അന്ന് കണ്ടത് വീട്ടുകാരുടെ പ്രസൻറ്റേഷൻ. ഇതെൻ്റെ ശരിക്കുള്ള രൂപം. വീട്ടുകാരുടെ സങ്കല്പത്തിലുള്ള മരുമകളുടെ രൂപം അല്ലാത്തതുകൊണ്ട് ഒരു ആദത്തേപ്പ് കിട്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ടാ പെണ്ണ് കാണാൻ വന്ന ദിവസത്തെ പ്രസഹസനത്തിൽ നിന്ന് കൊടുത്തത്. മീനാക്ഷി ഭാവവ്യത്യാസം ഏതുമില്ലാതെ പറഞ്ഞു. തനൈ ഒന്നും മിണ്ടാൻ കഴിയാതെ ഇരുന്നു പോയി. തേപ്പിൻ്റെ കാര്യമൊക്കെ വീട്ടിൽ അറിയുമോ? പിന്നെ അറിയാതെ. അച്ഛനും അമ്മക്കും അറിയാത്ത രഹസ്യമൊന്നും എനിക്കില്ല. അവൾ പുഞ്ചിരിച്ചു. വെയിറ്റർ വന്നപ്പോൾ ഒരു 5 മിനിറ്റ് സമയം അവർ ചോദിച്ചു. മീനാക്ഷി തുടർന്നു. സത്യത്തിൽ എനിക്കിപ്പോൾ കല്യാണം ഒന്നും ഒരു താല്പര്യമില്ലായിരുന്നു. ഒരു ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹം. പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞാൽ ഒരു 10-70 പവൻ സ്വർണം കിട്ടുമല്ലോ. അത് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങാം എന്ന് വിചാരിച്ചാണ് സമ്മതിച്ചത്. അതും കൂടി കേട്ടതോടെ തനൈ വാ പൊളിച്ചിരുന്നു പോയി. അത് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. അച്ഛമ്മക്ക് തന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? അതൊരു ലോങ് സ്റ്റോറിയാണ് മാഷേ. നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നതിനുള്ള പ്ലാനിൽ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയാം. പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ റെഡിയാണ്. അതായത് എൻ്റെ ബയോളജിക്കൽ മദർ എൻ്റെ അച്ഛനെ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് പറയാതെയാണ് കല്യാണം നടന്നത്. എന്തായാലും എന്നെയും മകരെയും സ്വീകരിക്കാൻ അച്ഛൻ തയ്യാറായി. ജീവിതം നായി തന്നെ പോയി. പക്ഷേ എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അവരുടെ പഴയ ബോയ്ഫ്രണ്ട് തിരിച്ചു വന്നു. അവരെ കൂടെ ചെല്ലാൻ നിർബന്ധിച്ചു. ഞാൻ അയാളുടെ കുഞ്ഞാണെന്ന് അയാൾക്ക് വിശ്വാസം വന്നില്ല. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ അയാൾ സമ്മതിച്ചില്ല. അങ്ങനെ എന്നെ അച്ഛനെ ഏൽപ്പിച്ചു. അയാളുടെ കൂടെ അവർ പോയി. എന്നെ ഒറ്റയ്ക്ക് വളർത്താൻ വയ്യാതെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. ആ റിലേഷൻ ഉള്ളതാണ് എൻ്റെ അനിയനും അനിയത്തിയും. അവരെക്കാളും അച്ഛനും അമ്മക്കും എന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവരെ എതിർക്കാൻ എനിക്ക് പറ്റില്ല ഒരു കാര്യത്തിലും. അച്ഛമ്മക്ക് പിന്നെ മകൻ്റെ ഒളിച്ചോടിയ ഭാര്യയുടെ കുഞ്ഞിനെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്നെ കാണുന്നത് കലിയാണ്. യാതൊരു വികാരവിക്ഷോഭങ്ങളും ഇല്ലാതെ അവൾ പറഞ്ഞവസാനിപ്പിക്കുന്നത് കണ്ട തനിക്ക് അത്ഭുതം തോന്നി. താൻ അറിഞ്ഞതിലും എത്രയോ ഉയരത്തിലാണ് ഈ പെൺകുട്ടി. നല്ലൊരു ബന്ധം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിട്ടും എല്ലാം തുറന്നു പറയുന്നവരുടെ മനസ്സ് അവനിഷ്ടമായി. അവളോട് ഇപ്പോൾ തോന്നുന്നത് ബഹുമാനമാണോ സ്നേഹമാണോ പ്രണയമാണോ എന്നൊന്നും അവന് മനസ്സിലായില്ല. പക്ഷേ ഇവളാണ് തൻ്റെ നല്ല പാതി എന്ന് അവൻ ഉറപ്പിച്ചു. എങ്കിൽ പിന്നെ ഒരു കോഫി ആകാമല്ലേ? തനയുടെ ചോദ്യത്തിന് മനോഹരമായൊരു പുഞ്ചിരിയായിരുന്നു മീനാക്ഷിയുടെ മറുപടി. പിന്നെ തൻ്റെ ഫാമിലി ഹിസ്റ്ററി ഒന്നും ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറയേണ്ട രീതിയിൽ അത് പറഞ്ഞുകൊള്ളാം. തനുവിൻ്റെ അനുഭവം മുൻനിർത്തിയാണ് അവൻ പറഞ്ഞത്. മീനാക്ഷി അത് സമ്മതിച്ചു. തനുവിൻ്റെയും നീലുവിൻ്റെയും കാര്യം കൂടി സംസാരിച്ചിട്ടാണ് അവർ പിരിഞ്ഞത്. ഇന്നലെ രാത്രി തനുവിന് നല്ല പനിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമല്ലാത്ത ഡോക്ടറായതുകൊണ്ട് കാശി ഒരുപാട് നിർബന്ധിച്ചില്ല. തുണി നനച്ച് നെറ്റിയിലിട്ട് കൊടുത്തും ചുട്ടുകാപ്പി ഉണ്ടാക്കി കൊടുത്തുമെല്ലാം അടുത്തു തന്നെ ഇരുന്നു. പിറ്റേന്ന് അവൻ ലീവ് എടുത്ത് തനുവിനൊപ്പം ഇരുന്നു. ആവി പിടിക്കാൻ പോലും മടിയാണ് കുട്ടി ഡോക്ടർക്ക്. നീ ആയിട്ട് പിടിക്കുന്നു അതോ ഞാൻ വടിയെടുക്കണോ? കാശി ഒടുവിൽ ട്രർ ആയി. മനസ്സോടെ തനു കട്ടിൽ എഴുന്നേറ്റിരുന്നു. ആവി പിടിക്കാൻ തയ്യാറായി. താൻ എഴുന്നേറ്റ് പോയാൽ അവൾ ഉയർപ്പും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കാശിയും അവിടെ തന്നെ ഇരുന്നു. ആവി പിടിച്ചു കഴിഞ്ഞ് ബെഡ്ഷീറ്റ് മാറ്റിയ തനുവിൻ്റെ മുഖത്തെ കാശി ഒന്ന് നോക്കി. ആകെ ചുവന്ന് വശായിരിക്കുകയാണ്. മൂക്കൻ തുമ്പത്ത് നിന്നൊക്കെ ചോര തട്ടൊടുക്കാം. അവൻ യാന്ത്രികമായി വെള്ളം നിറച്ച പാത്രം മാറ്റി വെച്ച് അവൾക്കരികിൽ ചേർന്നിരുന്നു. അതരങ്ങൾ അതിൻ്റെ ഇണയെ തേടിപ്പോയി. പ്രണയം പൂത്തുടഞ്ഞ ആ നിമിഷം തന്നെ വേട്ടയാടുന്ന ഭൂതകാലത്തിൻ്റെ ലാഞ്ചന പോലും തനുവിൽ ഉണ്ടായില്ല. കാശിയുടെ പ്രണയത്തിൻ്റെ കുടക്കയിൽ അവൾ വേനൽമഴ കണ്ടു. എല്ലാ അർത്ഥത്തിലും കാശിയുടെ ഭാര്യയാവുകയായിരുന്നു തനു.